ഞാൻ 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നത്. അത് വരുന്നതിന് കാരണങ്ങളുമുണ്ട്. വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമായിരുന്നു. എൻ്റെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമായിരുന്നു കുടുംബം. എൻ്റെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും എല്ലാവരും നല്ല ദേവാലയത്തിൽ പോവുകയും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും അച്ഛന്മാരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നി പറയാൻ ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരിക്കലും വൈദികരെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അവരെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ വീട്ടിൽ ആ കാര്യം പറയുകയുള്ളൂ. അപ്പം അങ്ങനെ വൈദികരെക്കുറിച്ചും മറ്റുമൊക്കെ നല്ല ബഹുമാനവും മറ്റുമാണ് നമ്മുടെ വീടുകളിലുണ്ടായിരുന്നത്. എൻ്റെ അപ്പൻ ഏത് വഴിയിൽ വെച്ച് അച്ഛന്മാരെ കണ്ടാലും ഏതാണ്ട് നന്നായിട്ട് കുനിഞ്ഞ് കുമ്പിട്ടാണ് സ്തുതി കൊടുക്കുന്നത്. അത് ഞാനും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അച്ഛന്മാരുടെ അടുത്ത് എനിക്കും വലിയ ബഹുമാനമായിരുന്നു. അച്ഛന്മാർ ചെയ്യുന്ന കർമ്മങ്ങളോട് കുർബാനയോട് വലിയ താല്പര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതായത് സമയത്ത് എനിക്ക് സെമിനാരിയിലൊക്കെ പോകാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം അങ്ങനെയുള്ള കുറുമ്പും കുന്നായ്മയും കുസൃതിത്തനങ്ങളും ഒക്കെ കാണിച്ചും അക്കൂട്ടത്തിലൂടെ നടക്കുകയായിരുന്നു ഞാൻ. എന്തായിരുന്നാലും ഒരു ദിവസം എൻ്റെ മൂത്താളിയൻ വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ സെമിനാരിയിൽ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അൾത്താര ബാലകനായിരുന്നു. നിനക്ക് സെമിനാരിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു വെട്ടിയത്ത് എടുത്തിട്ട് ഒരു തെങ്ങിനിട്ട് വെറുതെ ഇട്ട് വെട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ മൂത്താളിയൻ വന്ന് ചോദിക്കുന്നത്. കാരണം ഞാൻ അവരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉത്തരവെന്ന് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിലൊക്കെ പോവും. വീണ്ടും അന്ന് പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോയപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്തു. അച്ഛനും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് നിനക്ക് സെമിനാരിൽ പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിനാരിയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയി. അന്ന് പീറ്റർ ബെർണാഡ് പെരേര തിരുമേനിയാണ് നമ്മുടെ ബിഷപ്പ്. ഇപ്പോൾ സെലക്ഷനൊക്കെ പോയി. ഇപ്പോൾ സെലക്ഷനിലൊക്കെ എനിക്ക് കിട്ടി. പക്ഷെ സെലക്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വികാരി അച്ഛനെ കാണാൻ പോയി. അന്നത്തെ എൻ്റെ വികാരി അച്ഛൻ റവറൻ ഫാദർ ഫ്രാൻസിസ് ഡിസിൽവയാണ്. അച്ഛനാണ് എൻ്റെ വികാരി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിന് സെമിനാരി പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാനത് വീണ്ടും ഞാൻ എന്തിന് പോകണമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞൊരു അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ വീണ്ടും ചോദിച്ചു, നീ എന്തിന് അച്ഛനാവണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് ആളുകൾക്ക് നല്ല സേവനം ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങ് പോയി. അച്ഛൻ പിന്നീട് ഒരു കത്ത് മൂത്താളിയുടെ കൊടുത്തു. അപ്പോൾ ആ കത്തും കൊണ്ടാണ് പിന്നീട് ഈ സെലക്ഷൻ വരുന്നത്. ഇവിടെ ഈ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. എന്തിനാണ് അച്ഛനാകുന്നത്? എന്തിനാണ് സെമിനാരിൽ വന്നത്? എന്തിനാണ് നീ വൈദ്യനാകുന്നത്? അന്നിപ്പോഴും നമ്മൾ ഈ കൊടുത്ത മറുപടി തന്നെയാണ് കൊടുത്തത്. അപ്പോഴും ഒരു പൂർണ്ണമായ ഒരു ഇതിലൊന്നും അല്ല ഞാൻ ആ പ്രായത്തിൽ. ഇതൊരു നമുക്ക് മറ്റച്ഛന്മാരെ കണ്ട് ആ അച്ഛന്മാരുടെ ജീവിതശൈലി അനുസരിച്ച് നമ്മുടെ ജീവിതവും അങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആ താല്പര്യം കൊണ്ടാണ് അപ്പോഴങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകുന്നു.